ദുരന്തർ 2 ദ റിവെഞ്ച് കണ്ടിരിക്കുകയാണ് ഗൈസ്. കിഡിലൻ ഒരു പടം. എനിക്ക് ഫസ്റ്റിനെക്കായാലും കൂടുതൽ സെക്കൻഡ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം 3 മണിക്കൂർ 55 മിനിറ്റ് ഏകദേശം 4 മണിക്കൂറുള്ള സിനിമയാണ്. പക്ഷേ അതൊന്നും ആ സിനിമ കാണുമ്പോൾ അത്രയും ഡ്യൂറേഷൻ ഉണ്ടെന്ന് തോന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.25 മണിക്കൂർ സിനിമ കണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. കാരണം ഇതിൽ ഒന്നും ചുമ്മാ വലിച്ചു നീട്ടിയല്ല ഈ സിനിമ 4 മണിക്കൂർ ആക്കിയത്. കറക്റ്റ് കാര്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് കാണിച്ചു പോയിട്ടുണ്ട്. അതും നല്ല ഫാസ്റ്റ് ഫോർവേഡിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് ഒരു സ്ഥലത്തും വലിയ രീതിയിൽ ബോറടിക്കണ ഫീല് എനിക്കുണ്ടായില്ല. മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് രൺവീർ സിംഗ്. രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ് സീൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മാധവൻ ഇടയ്ക്ക് വരും, ചുമ്മാ തീയിട്ടിട്ട് പോവും. അങ്ങനെയൊക്കെയായിരുന്നു മാധവൻ്റെ സീൻ. ഇതിൽ പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീനിൽ മാധവൻ ഒരു രക്ഷയില്ലായിരുന്നു. സാധനമായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെയല്ല, സെക്കൻഡിലേക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള കിഡിലൻ ട്വിസ്റ്റും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് പറ്റാത്ത ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ആ ക്ലൈമാക്സിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എനിക്ക് കുറച്ചുകൂടി ദുരന്തർ 1 ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ദുരന്തർ 2 സെറ്റപ്പാണ്. പക്ഷേ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി 1 ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മെയിനായിട്ട് ഈ പടത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 വരുമ്പോൾ അന്യായ വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസിൻ്റെ പീക്കൊക്കെയാണ്. ഭയങ്കര വയലൻസാണ്. ചുമ്മാ തല തല്ലി പൊളിക്കുക, അങ്ങനത്തെ സെറ്റപ്പൊക്കെ. അത് നമ്മളെ ശരിക്കും ആ ക്യാമറ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അത്രയും രീതിയിലുള്ള വയലൻസ് ഒക്കെയാണ്. ആസ് എ ഹോൾ ഈ പടം ഒരു കിഡിലൻ തിയേറ്റർ വാച്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, ഹിന്ദിയുടെ സബ് ടൈറ്റിലൊക്കെ കണ്ടാണ് ഈ സിനിമ ഹിന്ദി ലാംഗ്വേജിൽ കാണാൻ പോകണമെങ്കിൽ ഇന്ന് വന്ന പ്രിന്റിൽ ഹിന്ദി സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ശ്രദ്ധിച്ച് കാണുക. പിന്നെ ചില സമയത്ത് സൗണ്ട് ഇങ്ങനെ പോണത് ഈ പ്രിന്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സൗണ്ട് പയ്യെ ചില സ്ഥലത്ത് വിട്ടു പോണ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഈ പ്രിന്റിന്. ആസ് എ ഹോൾ ഈ പടം ഒരു കിഡിലൻ തിയേറ്റർ വാച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.